ഹായ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു കേട്ടോ. ജനവാതിലൊക്കെ തുറന്ന് താഴോട്ട് നോക്കിയപ്പോൾ നല്ല ശക്തമായ മഴയും ചെറുതായിട്ട് കാറ്റും ഉണ്ടായിരുന്നു. പാറുക്കുട്ടി ഇന്ന് ക്ലാസ് ലീവാണ്. പനി കാരണം അവൾക്ക് ക്ലാസ്സിന് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അവൾ പുതച്ച് കിടന്നുറങ്ങുകയാണ്. പിന്നെ അതുപോലെ ഈ മേലെന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു വൈബാണ്. മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ്. എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷവും സമാധാനം കിട്ടുന്ന ഒന്നായിട്ട് എനിക്ക് മഴ. അതുപോലെ ഞങ്ങളെ കരിവേപ്പിൻ്റെ ഇല നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ശക്തമായ കാറ്റായിരുന്നു ഇന്നലത്തെ കാറ്റിൽ ആയതാട്ടോ ഈ കരിവേപ്പിൻ്റെ ഇലയൊക്കെ. അതേപോലെ കുറേ മരങ്ങൾ കാറ്റിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ആദിക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ജനവാതിലിലൂടെ നല്ല മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് ശക്തിയൊക്കെ കുറഞ്ഞ് ചെറുതായിട്ട് പാറ്റുന്നേ ഉള്ളൂ. അങ്ങനെ മഴയൊക്കെ കണ്ട് വളരെ സന്തോഷമാണ്. അവന് ഭയങ്കര ഇഷ്ടമാട്ടോ മഴ കണ്ടുള്ള സന്തോഷമാണ് അവൻ്റെ മുഖത്ത്. ഇന്ന് ജൂൺ 1 ലോക പരിസ്ഥിതി ദിനമല്ലേ. അപ്പോൾ ഒരു തൈ നടാൻ വേണ്ടിയിട്ട് പാറുക്കുട്ടി തൈ നട്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊക്കെ നീക്കി മനസ്സ് വളരെ സന്തോഷത്തിലാണ് കേട്ടോ ഇന്ന്. അവളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അവൾക്ക് എന്തെങ്കിലും നടാനും അതിൽ കളിക്കാൻ നനച്ചെടുക്കാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആദിക്കുട്ടൻ കരയുന്നുണ്ട്. ആദിക്കുട്ടന് എന്താ പറയുക, ഈ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവന് മഴ കാരണം ഞാൻ അവനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ചെറുതായിട്ട് പെയ്യുന്നുള്ളേന്നു. പിന്നെ നൊലോളി കാരണം അവനും കുട ചൂടിയാണ്ട് ചേച്ചീൻ്റെ കൂടെ ചെടി നടാൻ നിന്നു. ഇത് അമ്പഴങ്ങ കേട്ടോ. ഞങ്ങൾ ചെറുതായെന്ന് ചെറിയൊരു തൈ പിടിപ്പിച്ചിട്ട് നട്ടതായിരുന്നു. ഇപ്പോൾ ഒരുപാട് കായകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ചിലതൊക്കെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഫ്രഷ് ഫ്രൂട്ട്. പിന്നെ അതേപോലെ സ്റ്റാർ ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട് ഞങ്ങൾ ഇതിലിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാറുവിന് ഇഷ്ടം, ആദ്യക്കുട്ടന് തീരെ ഇഷ്ടമല്ല കേട്ടോ സ്റ്റാർ ഫ്രൂട്ട്. പിന്നെ നിങ്ങളാരെങ്കിലും സ്റ്റാർ ഫ്രൂട്ട് നിങ്ങളാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ ചെറുനാരങ്ങ, ചെറിയ വെള്ളം കലക്കണ നാരങ്ങ കേട്ടോ. ഇത് ചെറിയ തൈയിൽ തന്നെ ഇഷ്ടം പോലെ കായകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് കുറച്ചൊരു 8-10 ഉണ്ടായിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഞങ്ങൾ അതിന് പറക്കിയിട്ട് വെള്ളം കലക്കാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അത്തിപ്പഴം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് കുഴിച്ചിട്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് തിന്നായി വളർന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ ചക്കപ്പഴം, ഞങ്ങളെ വീട്ടിൽ ചക്കപ്പഴം ഉണ്ട് കേട്ടോ. നിങ്ങളെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല, ഞങ്ങളവിടെ ചക്കപ്പഴം എന്നാട്ടോ പറയുക. ഭയങ്കര ടേസ്റ്റാണ്. എനിക്കും പാറുവിനും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആദിക്കുട്ടനും അവൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയാം ഈ ചക്കപ്പഴം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലും ചക്കപ്പഴം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ ചക്കപ്പഴത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നും കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ നല്ല വളവും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം കായകളൊക്കെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കായകൾ ഉണ്ടായിട്ടുണ്ട്. പാറു ഒരുപാട് ചക്ക ഫ്രൂട്ട് തിന്നിട്ടുണ്ട് കേട്ടോ. ആദ്യക്കൂട്ടൻ ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുടയും ചൂടി. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട്. അതേപോലെ ആദ്യക്കൂട്ടനും പാറുക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. തൈരുണ്ട്, ചമ്മന്തി ഉണ്ട്. അപ്പോൾ ആദ്യക്കൂട്ടന് ഞാൻ വാരി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ്റെ ആളാട്ടോ അവന് ചിക്കൻ ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ വയറ്റിക്കാക്കാൻ കുറച്ച് പണിയാണ്. അവൻ എന്തെങ്കിലും തിന്നാനൊക്കെ ഭയങ്കര മടിയാണ്. ബിരിയാണി ആയതുകൊണ്ട് അവൻ നന്നായിട്ട് തിന്നിട്ടുണ്ട് കേട്ടോ. അവന് തൈര് അവൻ്റെ ഫേവറേറ്റാണ്. അവൻ്റെ തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ണിയേട്ടൻ വിളിച്ച് ആദ്യൻ്റെ അച്ഛനെ വിളിച്ച് അച്ഛനോട് എന്തൊക്കെയോ കിന്നാരൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവൻ്റെതായ ഭാഷയിൽ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു, കണ്ണുപൊത്തി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കിടന്നു. പാറു കുറച്ച് നേരം ലാപ്ടോപ്പൊക്കെ കണ്ട് താഴോട്ട് പോയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല ചിരിയോടുകൂടിയാണ് ഇന്ന് അച്ഛനോട് സംസാരിക്കുന്നത്. അച്ഛയ്ക്ക് ഉമ്മൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിരുന്നു. അച്ഛൻ പറയുന്നത് എന്തും കേൾക്കും. അച്ഛൻ ഒന്ന് ചൂടായാൽ അച്ഛൻ പറയണതൊക്കെ കേൾക്കാൻ അവന് ഭയങ്കര ഇതാണ്. അവന് പേടിയാണ്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛൻ ചൂടാവണ കണ്ട അവന് പേടിയാണ്. കണ്ണ് പൊത്തിയൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ചേച്ചീൻ്റെ കുട്ടി മീനിൻ്റെ അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ മീനുണ്ട്. മീനെന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. അപ്പോൾ മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഷ്ടം പോലെ മീനുകളുണ്ട്. ഗപ്പികളായിട്ടും മീനിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. ഒരുപാട് മീനുകളുണ്ട്.
അങ്ങനെ ഇതാ അതേപോലെ തന്നെ അക്വേറിയം, ചെറിയ വലിയൊരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിൽ ഫുഡും ഫുള്ളായിട്ട് റെഡ് മീനായിട്ടുള്ളത്, അത് കാണാൻ പറ്റുന്നില്ല, നല്ല നിറച്ച് മീൻ അതിലുണ്ട്. അങ്ങനെ അവൻ്റെ പ്രാന്താട്ടോ ഈ മീന്. പിന്നെ അതുപോലെ സന്ധ്യാവാറായി, ഇതാ ആകാശം കണ്ടില്ലേ, എന്താ ഭംഗി കാണാൻ, നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.